ഹായ് എല്ലാവർക്കും ഹലോ 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 ഹലോ. പകല് ലൈവ് വരുന്നത് രാത്രി വരാതിരിക്കാനല്ലടാ. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ വട്ടം തൊട്ട് വേൾഡ് കപ്പ് കാണണം എന്നൊരിതുണ്ടായിരുന്നു. അതുകൊണ്ട് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നതാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഒരു പുതിയ വ്യൂവർ എന്നുള്ള രീതിയിൽ, അതായത് ഒരു പുതിയതായിട്ട് ഫുട്ബോൾ കാണുന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും എന്താ പറയാ, മെസ്സി 3 ഗോൾ അടിച്ചു, റൊണാൾഡോ 3 ഗോൾ അടിച്ചില്ല എന്ന് പറഞ്ഞാൽ കുറ്റം പറയത്തില്ല. രണ്ടുപേരും ലെജൻസാ, അതെനിക്ക് അറിയാം. കാരണം രണ്ടുപേർക്ക് വേണ്ടി തർക്കിക്കുന്നുണ്ടെങ്കിൽ, ആൾക്കാർ തർക്കിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ലെജൻസാ. അത് ഈ ഫാൻ ബേസ് ഉള്ള ആൾക്കാർ തമ്മിൽ അടി വരുള്ളൂ. പക്ഷെ ഇന്നലത്തെ കളിയിൽ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത് ശരിയാ. ഇന്നലത്തെ കളിയിൽ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു ചിലർക്ക് ബാഡ് ഡേ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ബാഡ് ഡേ ആയിരിക്കും. എൻ്റെ ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിച്ചു. എൻ്റെ ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഇത് പറയുന്നതായിരിക്കും. പക്ഷെ ഇന്നലെ റൊണാൾഡോ or മെസ്സിയുടെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു കളി വെച്ച് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യണേ? ഞാൻ ഒരു ഫുട്ബോൾ കാണത്തില്ലെങ്കിൽ സ്പോർട്സ് ഞാൻ കംപ്ലീറ്റ്ലി ഇത്രയും കുറെ നാളായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഡൈഹാർഡ് ധോണി ഫാനാ. ധോണിക്ക് ഒന്നും അടിക്കാതെ മറ്റേ ധോണി ചുമ്മാ വീശിയിട്ട് പോയ ദിവസങ്ങളുണ്ട്. എന്ന് കരുതി പുള്ളി ഒരു മോശം പ്ലെയർ ആണെന്നാണ് അർത്ഥം. അങ്ങനില്ല, അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇന്നലത്തെ കളി ആക്ച്വലി ഇന്നലെ ഞാൻ ഈ കമന്ററി ഒക്കെ കേട്ടപ്പോഴാണ്, എനിക്ക് ഈ ടീമിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോടാ. അപ്പോൾ ഇന്നലത്തെ കമന്ററി ഇതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, മറ്റേ 54 വർഷത്തിന് ശേഷം അവർ കളിക്കുന്നു, അവർ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു. അത് ഇത്രയും വലിയ ടീമിനെതിരെ അവർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വലിയ അച്ചീവ്മെന്റാണ്. പക്ഷെ ഓൺ ദ സെയിം സൈഡ് നോക്കിയാൽ പോർച്ചുഗലിനെ പോലെ ഫാൻ ബേസ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീം ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു കളിക്കേണ്ടത്. കുറച്ചും കൂടി നന്നായിട്ട് അഗ്രസീവായിട്ട് കളിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്നലെ അവർ ഭയങ്കര സ്ലോ ഡൗൺ ആയിട്ട് കമന്ററിയിൽ അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒതുങ്ങിയാണ് അവർ കളിക്കുന്നത്, ഇതായിട്ട് കളിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ വേറെ ഒരു കാര്യം കൂടെ പറയണം. ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് പോർച്ചുഗൽ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ ഈ വട്ടത്തെ കിടിലൻ ടീമായിരിക്കുമെന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ഗെയിം അല്ല ഇന്നലെ കണ്ടത്. അതെനിക്ക് പറയണം തോന്നി. കാരണം ഇന്നലെ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എല്ലാവരും അതിനകത്തുണ്ട്. ലൈക്ക് മിഡ്ഫീൽഡ്, മറ്റേ സ്ട്രൈക്കർ ആണെങ്കിലും അല്ലെങ്കിൽ ഡിഫൻഡേഴ്സ് ആണെങ്കിലും എല്ലാവരും കിടിലമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പം ഇവരുടെ ഫോം ഈ ഒരു ലെവലിൽ വെച്ചൊക്കെ കളിക്കുവാണെങ്കിൽ സ്പെയിനും ജർമ്മനിയുടെ ഒക്കെ എടുത്ത് പോയാൽ അവന്മാർ പ്ലക്കും, ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല, അല്ലേ? എനിക്ക് വലിയ ഫുട്ബോളിന് ആളൊന്നുമില്ല, എന്നാലും ഞാൻ ഇതുവരെ കണ്ട കളികൾ വെച്ച് പറയുവാണ്, മനസ്സിലായ? അപ്പൊ അത് ആ ഒരു സാധനം ആണ്. അതുകൊണ്ട് ഇല്ല, അവർ കമ്പാക്ക് അടിക്കുമായിരിക്കണോ, എല്ലാ ടീമും തിരിച്ചു വരുമായിരിക്കും. ഇനിയായിരിക്കും ചിലപ്പോൾ കമ്പാക്ക് ഒക്കെ അടിക്കണേ, പറയാൻ പറ്റൂല. അപ്പൊ എന്തായാലും അത് വിടാം. കളി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഇരുന്നത്, ലൈവ് ഇടാൻ. അതുകൊണ്ട് ഞാൻ കളിയെ പറ്റി പറഞ്ഞല്ല, അല്ലാതെ മറ്റേ കളിയെ പറ്റി ഇതൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, മലയാളം കമന്ററി ആണോ നിങ്ങളൊക്കെ കേൾക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മലയാളം കമന്ററിയില് ഷൈജു ദാമോദരനും IM വിജയനും രണ്ടുപേരും കൂടെ ചേർന്ന് കമന്ററി പറയുമ്പോ IM വിജയനെ കംപ്ലീറ്റ്ലി പുള്ളി ഇഗ്നോർ ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളി എന്തേലും പറഞ്ഞു വരുമ്പോ ഷൈജു ദാമോദരൻ മൈൻഡ് പോലും ചെയ്യൂല, അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സത്യമായിട്ടും. ഞാൻ മലയാള കമന്ററി കണ്ടോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പുള്ളി എന്തേലും സംസാരിച്ച് വരുമ്പം മൈൻഡ് പോലും ചെയ്യില്ല പുള്ളി, അതിന്റെ ബാക്കി പറയാൻ പോലും നിൽക്കൂല പുള്ളി, ഇഗ്നോർ ചെയ്യണ്. പക്ഷെ പുള്ളി ഒരു ലെജൻഡാണ്. നിനക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒരു പ്ലെയർ വരാന്ന് പറഞ്ഞാൽ ലൈക്ക് പുള്ളി. പക്ഷെ കമന്ററിയില് പുള്ളി പറയണ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ സംസാരിക്കണത് പോലെയാ ആ കമന്ററി കേൾക്കുമ്പോ. അത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് അറിഞ്ഞൂടാ, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നിയത് എനിക്ക് അറിഞ്ഞൂടാ. അത് കാണുമ്പോ എന്തോ ഒരു വിയേർഡ്നെസ് പോലെ, സത്യം പറഞ്ഞ ഈ കമന്ററി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഒരു ഫ്ലോ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് അല്ലേ ദിലിൻ എന്ന് പറയാം, യെസ് ഒബ്വിയസ്ലി അത് പറഞ്ഞ അങ്ങനത്തെ ഒരു ഫ്ലോ ഉണ്ടല്ലോ. ആ സാധനം അവര് തമ്മിൽ ഇല്ല, അതാണ് പ്രശ്നം. നോട്ട് ടർഫ് TV. എടാ ഞാൻ കണ്ടടാ, എന്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഞാൻ ഒരു കിടിലൻ ടീം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കൂടെ കളിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ, ടർഫ് കളിക്കാൻ പോലും ആളില്ലെന്ന് പറഞ്ഞാൽ, സിറ്റിയിലോ വാറില്ല, PVP ടർഫ് വരുമ്പോ PVP വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവനാ ഞാൻ കണ്ട വെടിവീരന്മാരെ അവന്മാരെ എല്ലാം ഇവിടുന്നും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നപ്പോ ടർഫ് വിളിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ടർഫ് മാത്രം വിളിച്ചിട്ടില്ല ആരും. ഈഗോ ക്ലാഷ് ആയിരിക്കും. അയ്യോ, അതൊരു വലിയ സത്യമാണ് കേസ്. ഞാൻ പറയാമല്ലോ, നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. ഈ കോമ്പറ്റീറ്റീവ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഗെയിമിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് സെനാറിയോയിൽ ഒരു ടീം ബിൽഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു 10 വെടിവീരന്മാരെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. സിനർജിയുള്ള ഒരു കളിക്ക് അറിയാവുന്ന 2 പേര് മതി, 3 പേര് മതി ടീമിൽ
ടീം മുന്നോട്ട് കൊണ്ടുപോകും. ഒരുത്തനെ ചുമ്മാ അഴിച്ചു വിട്ടാലും കുഴപ്പമില്ല. ഈ വലിയ 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 കളിക്കറിയാവുന്നവരെ ഒരുമിച്ച് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഈഗോ ക്ലാഷ് ആവാതെ ഈ പറയണത് പോലെ ഒരു സിനർജി എന്ന് പറയുന്ന സാധനമാണ് എല്ലാത്തിലും. കോമ്പറ്റീറ്റീവ് സെനാറിയോ, അതിപ്പോൾ സ്പോർട്സ് ആയിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ, എന്തായാലും എന്തിലാണെങ്കിലും അതിൽ സിനർജി എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായോ? അതില്ലെങ്കിൽ ഒന്നിലും നടക്കൂല ഒരു കാര്യത്തിൽ. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ഇന്ന് രാത്രി എന്തായാലും ലൈവ് ഉണ്ടാവും, ഇന്ന് RP ഉണ്ടാവും, അതുപോലെ തന്നെ ഇതും നമ്മുടെ ജെയിംസ് ബോണ്ട് ബാക്കി കളിക്കണം. അപ്പോൾ അത് രണ്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. Z30 കൊണയാണെണ്ണ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് ഞാൻ സിറ്റിയിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ ഈ Z30യെ ഞാൻ മറ്റേ മോശമായിട്ടോ ഇവന്മാരെ ടാർഗറ്റ് ചെയ്തോ? ഞാൻ കഴിഞ്ഞല്ല വാറിന് പോയപ്പോൾ പോലും അവരുടെ അടുത്ത് ഓൾ ദ ബെസ്റ്റും പറഞ്ഞിട്ടല്ലടാ ഞാൻ പോയിട്ടുള്ളത്. ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ. ഞാൻ എൻ്റെ മനസ്സിൽ മറ്റേ SRR ആണ്, ഗ്രഡ്ജ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. പക്ഷെ ഇതിനകത്തുള്ള കുറച്ച് അവന്മാരുണ്ടല്ലോ, അവന്മാർക്ക് വല്ലാത്ത കഴപ്പ്. ഇവന്മാരുടെ ഇത് മാറത്തില്ല. ഇവന്മാരെന്ന് പറഞ്ഞാൽ വെളിയിൽ മറ്റേ പുതിയ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുമ്പോൾ കൊട്ട ചട്ടി എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്താണ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നവന്മാരിടുന്നത്. മനസ്സിലായി? ഇവന്മാരുടെ സൂക്കേട് ചില്ലറയല്ല. വലിച്ച് ഇനി ഞാൻ ഇവന്മാർ സെറ്റ് ആവുന്നവനും മറ്റേ ഇതാക്കാനൊന്നും നോക്കത്തില്ല. ഇനി സിറ്റുവേഷൻ വന്നാൽ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും, അവന്മാരെ അപരാധിക്കുകയും ചെയ്യും. ഒരു സംശയമില്ല. ഈ സിറ്റുവേഷൻ ഇനി എടുക്കണ്ട. ഇനി Z30 സിറ്റുവേഷൻ എടുക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല ഇവരുടെ അടുത്ത്, പ്ലേയേഴ്സിൻ്റെ അടുത്ത്. ഇവന്മാരെ ഇനി സിറ്റുവേഷൻ എടുക്കും. ഇനി ഈ കൺസിഡറേഷൻ ഒന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തില്ല. ഒരു സംശയമില്ല കൈ, സത്യമായിട്ട് സീരിയസ് ആയിട്ട്. ഞാൻ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒരു ഗ്യാങ്ങിനെ. മറ്റേ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് അവർ കളിച്ച് വരട്ടെ എന്ന് പറഞ്ഞാണ് നിന്നിട്ടുള്ളത്. പക്ഷെ ഇവന്മാരുടെ സൂക്കേട് ചില്ലറയല്ല. അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഇവന്മാരെ ഇപ്പൊ Z30 ടാഗ് ഇട്ടിട്ട് പഴയ SRRയുടെ കണക്ക് പറയുന്നുണ്ട്. അപ്പം തിരിച്ച് നമ്മൾ അടിച്ചിട്ട് SRRയുടെ കണക്ക് നമ്മളും പറഞ്ഞോളാം. മനസ്സിലായോ? നമ്മൾ തിരിച്ചടിക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ഒരു അടി കൊണ്ടിട്ട് പോയതാണ്. അത് കഴിയുമ്പോൾ ഇനി അടിക്കുമ്പോൾ നമ്മൾ SRRയുടെ കണക്ക് വെച്ചാൽ ഇവന്മാർക്ക് വിഷമം വരുമോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. ഇനി SRRയുടെ കണക്ക് പറയുമ്പോൾ ഇവന്മാർക്ക് ആ വിഷമം കൊള്ളുമോ എന്ന് നമുക്ക് നോക്കാം. ഇവന്മാർക്ക് അതും ഫ്ലോലെസ്. അതെ ഫ്ലോലെസ് അടിച്ചിട്ടാണ് വിട്ടത്. അവൻ്റെയൊക്കെ പ്രൈം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഫ്ലോലെസ് അടിച്ചാണ് വിട്ടത്. ഗോഗു ഉണ്ടടാ. ഗോഗു 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 3 ദിവസം അവൻ മൊറോക്കോയിലെ ട്രിപ്പ് പോയേക്കുക. അളിയനെ പറഞ്ഞു വിടുന്നതിന് അവിടെ പുറത്തുനിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പേ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചല്ലേ. ഇനി ഇത് കിട്ടത്തില്ല. ഇന്ത്യ അപ്ഡേറ്റ്. എടാ അവൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. Everyone shop RP അണ്ണാ. പ്ലീസ് want to watch VP and so bad we want to see RP miss old RP. എടാ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഒരു കാര്യം പറയാടാ. ഈ ഓൾഡ് RP എറ എന്ന് പറയുന്ന സാധനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ മാറി, ഓഡിയൻസിന്റെ ടേസ്റ്റ് മാറി, പിന്നെ പ്ലേയേഴ്സിന്റെ മൈൻഡ് സെറ്റ് മാറി. ഇത് കളിക്കാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങൾ നേരത്തെ വേറൊരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ. നേരത്തെ ഒരു സിറ്റിസൺ സിറ്റി വന്നാൽ അവർ ചെയ്യുന്നത് ആൾക്കാരുമായിട്ടൊക്കെ RP ചെയ്യുക, സംസാരിക്കാൻ ട്രൈ ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഒരു സിറ്റിസൺ നേരെ സിറ്റി വന്നാൽ നമ്മുടെ TDM 24/7 ഓപ്പണാണ്. നേരെ TDM കയറുക, വെടിവെച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ RP മൈൻഡ് സെറ്റ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നോക്കുമ്പം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഈ പറയണത് പോലെ ഗ്യാങ്ങിൽ കയറുന്നു, ഗ്യാങ് ആവുന്നു. ഇതാണ് ഇവരുടെ ഒരു ഇത് സാധനം. മനസ്സിലായ? അല്ലാതെ ഇതിന്റെ അപ്പുറത്തോട്ട് സംസാരിക്കുക. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഗൈസ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ റാൻഡോ RP എന്ന് പറയുന്ന പരിപാടി നിർത്തിയല്ലോ. റാൻഡോ RP എന്നുള്ളൊരു സാധനം നിർത്തിയത് കൊണ്ട് ഈ സിറ്റിസൺസിന് മൈൻഡ് സെറ്റ് മാറി. അതായത് അവർക്കറിയാം ഇനിയിപ്പം പുള്ളിയുടെ അടുത്ത് റാസോണിൻ്റെ അടുത്ത് ചെന്നാൽ പുള്ളി RP ചെയ്യാൻ വരില്ല, മറ്റേ എന്തായാലും ഇതാണ് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ ഭാഗത്തും ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമയമായപ്പം ഈ സിറ്റിസൺ RP ചോറി മാത്രം വന്നുകൊണ്ടിരുന്നു. ചോറി മാത്രം. ഇവിടെ നല്ല RP ഉണ്ട്, നിങ്ങൾ വാസ്തവനെ നോക്കിയിരിക്കുന്നതുകൊണ്ടാണ്. TVയിലെ ബാക്കി പിള്ളേരെല്ലാം നല്ലോണം RP ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ ആരോട് പറയാം ഗൈസ്, നമ്മുടെ അതിനകത്ത് എടുത്തേക്കുന്ന PvP പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. നമ്മുടെ അതിനകത്ത് എടുത്തേക്കുന്ന PvP പ്ലേയേഴ്സ് ഇല്ലേ, ഈ PvP പ്ലേയേഴ്സ് ഇവരൊന്നും നേരത്തെ RP ചെയ്ത് ശീലമുള്ളവരല്ല. അതായത് ഇവരൊന്നും പണ്ട് തൊട്ടേ മറ്റേ ഈ RPയും ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാറില്ല. അവർ PvP വന്ന് PvP കളിച്ച് പല ഗ്യാങ്ങുകൾ അടിയും വഴക്കും ഉണ്ടാക്കി പോയവരാ. പക്ഷെ ഇപ്പം ഇവർ ചെയ്യുന്ന RPകളൊക്കെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇരുന്ന സമയമുണ്ട്. ഞങ്ങളൊക്കെ അതായത് RP മാത്രം കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ PvP വിങ് അല്ലാത്ത ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാധനമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇപ്പൊ പുതിയതായിട്ട് RPയിലോട്ട് വരുമ്പം അപ്പാർട്ട് ഫ്രം PvP ഞങ്ങൾ തുടക്കം തൊട്ടേ ചെയ്ത സാധനങ്ങൾ ഇവരുടെ കണ്ടന്റാ. എക്സാമ്പിള് ഈ പറയണത് പോലെ വരിക, ആൾക്കാരെ പരിചയപ്പെടുക, കപ്പിൾ RP, ഗ്യാങ്ങുമായിട്ടുള്ള മൊമെന്റ്സ്,
മനസ്സിലായോ? ഈ സാധനം അവർക്ക് വൈഡർ ഓപ്പർച്യൂണിറ്റി പുതിയ പ്ലേയേഴ്സിന് അവർക്ക്. പക്ഷെ ഈ സെയിം സാധനം ഞാൻ ചെയ്താൽ റിപ്പീറ്റഡ് ആയി പോകും. കാരണം ഇതൊക്കെ ഞാൻ കുറെ നാൾക്ക് മുമ്പേ ചെയ്തു കഴിഞ്ഞതാ. അപ്പൊ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും, അതിനാണ് ഞങ്ങൾ വൈമാപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു സാധനം ഡെവലപ്പിംഗ് ആണ്, അത് കഴിഞ്ഞ ഉടനെ നമ്മൾ നല്ലൊരു സംഭവം കൊണ്ടുവരും. മനസ്സിലായോ? നൗഡേസ് അസൻഷ്യോ അതാണ് ഞാൻ പറഞ്ഞടാ. അവർക്കൊക്കെ അവരിപ്പോ ഈ PvP മാത്രം കളിച്ച് വന്നിട്ട് പെട്ടെന്ന് അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ലൈക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അതപ്പോൾ അവർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അതിന് സ്പേസ് മെയിനായിട്ട് TV-യിൽ അവർ ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കണ്ട ക്യാസ്റ്റർ ഉണ്ട്. അറിയത്തില്ല വരുമെന്ന് തോന്നുന്നടാ. സ്കിപ്പ് RP ടോക്സ്, നമുക്ക് വണ്ടി ഓടിക്കാം. ഇല്ലല്ലടാ ചിൽ, നമ്മൾ എല്ലാ ദിവസവും വന്നിട്ട് കുറച്ചേരം സംസാരിച്ചിട്ടല്ലേ കയറുന്നത്. RP എന്നുള്ള രീതിയിലല്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ഡീമൻ ഉണ്ട് ഇവിടെ. ഡീമൻ ബോസണം വരും.